പിരമിഡ്സിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാന്ന് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് 3 പിരമിഡ്സ് കാണാം. ഈ പിരമിഡിന്റെയൊക്കെ ബേസ് അടിഭാഗം നോക്കൂ, എന്താണ് കാണുന്നത്? അവ ഓരോ പോളിഗൺസ് ആണ്, ബഹുഭുജങ്ങളാണ്. ഈ പിരമിഡിന്റെ ബേസ് ട്രയാങ്കിൾ ഷേപ്പാണ്. ഈ പിരമിഡിന്റെ ബേസ് സ്ക്വയർ ഷേപ്പാണ്. അതുപോലെ മൂന്നാമത്തെ ഈ പിരമിഡിന്റെ ഷേപ്പ് ഒരു പെന്റഗൺ ആണ്, പഞ്ചഭുജമാണ്. എല്ലാ പിരമിഡ്സിലും ഏറ്റവും മുകളിലായി ഒരു പോയിന്റ് ഉണ്ട്. അതുപോലെ തന്നെ ചുറ്റും നിങ്ങൾക്ക് കാണാം ട്രയാങ്കിൾസ്. 3 പിരമിഡ്സ് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. അവയുടെ ബേസ് ഡിഫറെന്റ് ആണ്. ഒരു പിരമിഡിന്റെ ട്രയാങ്കിൾ ആണ്, ഒരു പിരമിഡിന്റെ സ്ക്വയർ ആണ്, മറ്റൊരു പിരമിഡിന്റെ പെന്റഗൺ ആണ്. ഇതെല്ലാം പോളിഗൺസ് ആണ്, ബഹുഭുജങ്ങളാണ്. ഇവയുടെ എല്ലാം മുകളിൽ ഒരു പോയിന്റ് ഉണ്ട്. അതുപോലെ തന്നെ ചുറ്റും ട്രയാങ്കിൾസ് ആണ്, ത്രികോണങ്ങളാണ്. ഈ ട്രയാങ്കിൾസിന്റെ പ്രത്യേകത എന്താണ്? നിങ്ങൾ എന്താണ് കാണുന്നത്? ഇവിടെ ചുറ്റുമുള്ള ട്രയാങ്കിൾസ് എല്ലാം ഐസോസെൽസ് ട്രയാങ്കിൾസ് ആണ്, സമപാർശ്വ ത്രികോണങ്ങളാണ്. കൂടാതെ ആ ഐസോസെൽസ് ട്രയാങ്കിൾസ് എല്ലാം ഈക്വലും ആണ്. ഏത് പിരമിഡ് എടുത്തു നോക്കിയാലും നിങ്ങൾക്ക് കാണാം ആ പിരമിഡിന്റെ ചുറ്റുമുള്ള ഭാഗങ്ങൾ ട്രയാങ്കിൾസ് ആണ്. അവയെല്ലാം ഐസോസെൽസ് ട്രയാങ്കിൾസ് ആണ്. അവയെല്ലാം ഈക്വൽ ഐസോസെൽസ് ട്രയാങ്കിൾസ് ആണ്. ഈ ട്രയാങ്കിൾസിന്റെ എല്ലാം ബേസ് താഴെ ഭാഗം നമ്മുടെ പോളിഗണിന്റെ സൈഡുകളാണ്. ഇനി ഈ ഒരു പിരമിഡിന്റെ ബേസിൽ എത്ര സൈഡുകളുണ്ട്? 4 സൈഡ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ പിരമിഡിന് ചുറ്റും 4 ഐസോസെൽസ് ട്രയാങ്കിൾസ് ആണ് ഉള്ളത്. ഈ ഒരു പിരമിഡിന്റെ ബേസിൽ 5 സൈഡുകളുണ്ട്. അതുകൊണ്ട് ഈ പിരമിഡിന്റെ ചുറ്റും 5 ഐസോസെൽസ് ട്രയാങ്കിൾസ് ആണ് ഉള്ളത്. ഇവിടെ 3 സൈഡുകളാണ് ബേസിനുള്ളത്. ചുറ്റും 3 ഐസോസെൽസ് ട്രയാങ്കിൾസ് ആണ് ഉള്ളത്. അതായത് ഒരു പിരമിഡിന്റെ സൈഡുകളുടെ എണ്ണം, ബേസിന്റെ സൈഡുകളുടെ എണ്ണം എത്രയാണോ അത്ര തന്നെയാണ് ട്രയാങ്കിൾസിന്റെ എണ്ണവും. ഇനി ബേസിന്റെ എഡ്ജസിന്, അതായത് വശങ്ങൾ, ബേസിന്റെ പാദത്തിന്റെ വശങ്ങളെ നമ്മൾ ബേസ് എഡ്ജസ് എന്നാണ് പറയുക. ഇതിനെയൊക്കെ നമ്മൾ പറയുന്നത് എന്താണ്? ബേസ് എഡ്ജസ്, പാദവക്കുകൾ എന്ന് പറയുന്നു. അതുപോലെ ട്രയാങ്കിൾസ്, ചുറ്റുമുള്ള ട്രയാങ്കിൾസിന്റെ വശങ്ങളെ നമുക്ക് വേറൊരു പേരാണ് പറയാ, പാർശ്വവക്കുകൾ അഥവാ ലാറ്ററൽ എഡ്ജസ് എന്ന് പറയുന്നു. ഈ ടോപ്പ് മോസ്റ്റ് പോയിന്റിന് നമ്മൾ പറയുന്ന പേരാണ് അപ്പെക്സ് അഥവാ ശീർഷം. ഈ ഒരു പിരമിഡില് ഈ സൈഡുകളെ പറയുന്ന പേരെന്താണ്? ബേസ് എഡ്ജ്. ബേസിന്റെ എഡ്ജ് ആണിത്. സോ ഇതിനെ പറയുന്ന ബേസ് എഡ്ജ്. മലയാളത്തിൽ നമ്മൾ പാദത്തിന്റെ വക്കുകൾ, പാദവക്കുകൾ എന്ന് പറയും. ചുറ്റുമുള്ള ട്രയാങ്കിൾ, ഇതിനെ നമ്മൾ ലാറ്ററൽ ഫേസസ് എന്നാണ് പറയുന്നത്. ഈ ലാറ്ററൽ ഫേസസിന്റെ എഡ്ജസിന്, അതായത് ട്രയാങ്കിളിന്റെ എഡ്ജസിന് നമ്മൾ പറയുന്ന പേര് ലാറ്ററൽ എഡ്ജസ് എന്നാണ്. പാർശ്വവക്കുകൾ എന്ന് മലയാളത്തിൽ പറയും. അതേപോലെ ഏറ്റവും മുകളിലുള്ള, മുകളറ്റത്തെ പോയിന്റിന് നമ്മൾ പറയുന്ന പേരാണ് അപ്പെക്സ് അഥവാ ശീർഷം. പിരമിഡ്സിന്റെ ബേസിന്റെ രൂപത്തിനനുസരിച്ചാണ് അവയ്ക്ക് പേര് കൊടുത്തിരിക്കുന്നത്. ഈ പിരമിഡിന്റെ ബേസ് സ്ക്വയർ ആണ്. സോ ദിസ് പിരമിഡ് ഈസ് കോൾഡ് സ്ക്വയർ പിരമിഡ്, സമചതുര സ്തൂപിക. ഈ പിരമിഡിന്റെ ബേസ് പെന്റഗൺ ആണ്. അതുകൊണ്ട് തന്നെ ഈ പിരമിഡിന്റെ പേര് പെന്റഗൺ പിരമിഡ് എന്നാണ്, പഞ്ചഭുജ സ്തൂപിക എന്നാണ് ഇത് അറിയപ്പെടുന്നത്. മൂന്നാമതായി നമ്മൾക്കുള്ള പിരമിഡിന്റെ ബേസ് ട്രയാങ്കിൾ ആണ്. അതുകൊണ്ട് ഈ പിരമിഡ് അറിയുന്നത് ട്രയാങ്കിൾ പിരമിഡ് അഥവാ ട്രയാങ്കുലർ പിരമിഡ്, ത്രികോണ സ്തൂപിക എന്നാണ് അറിയപ്പെടുന്നത്. അതായത് പിരമിഡുകൾക്ക് പേര് നൽകിയിരിക്കുന്നത് അവയുടെ പാദത്തിന്റെ രൂപത്തിനനുസരിച്ചിട്ടാണ്. നമ്മളിപ്പോൾ മനസ്സിലാക്കിയ പിരമിഡുകളുടെ ഫീച്ചേഴ്സിനെ കുറിച്ച് ഒന്നുകൂടെ വായിക്കാം. ദ ബേസ് ഓഫ് എ പിരമിഡ് ഈസ് എ പോളിഗൺ. സ്തൂപികയുടെ പാദം
ഒരു ബഹുഭുജമാണ്. സ്ക്വയർ ആവാം, ട്രയാങ്കിൾ ആവാം, പെന്റഗൺ ആകാം, ഹെക്സഗൺ ആകാം, അങ്ങനെ ഏത് പോളിഗൺ വേണമെങ്കിലും ആകാം. എ പോയിന്റ് ഓൺ ടോപ്പ്, എല്ലാ പിരമിഡുകൾക്കും മുകളിൽ ഒരു മുന ഉണ്ടാകും. ചുറ്റും ത്രികോണങ്ങളായിരിക്കും, ട്രയാങ്കിൾസ് ഓൾ അറൌണ്ട്. ആൻഡ് ഓൾ ദീസ് ട്രയാങ്കിൾസ് ആർ കോൺഗ്രുവന്റ് ഐസോസെൽസ് ട്രയാങ്കിൾസ്. എല്ലാ ത്രികോണങ്ങളും സമപാർശ്വ ത്രികോണങ്ങളാണ്, ഈക്വൽ ആയിട്ടുള്ള സമപാർശ്വ ത്രികോണങ്ങളാണ്. The base of all triangles are equal to the side of the polygon. ഈ ത്രികോണങ്ങളുടെ എല്ലാം പാദം, താഴെ ഭാഗം പോളിഗൺ, ബേസ് ആയ പോളിഗന്റെ വശങ്ങളാണ്, ബഹുഭുജത്തിന്റെ വശങ്ങളാണ്. In a pyramid, number of triangles are equal to the number of sides of the base polygon. ഒരു സ്തൂപികയിൽ ത്രികോണങ്ങളുടെ എണ്ണം പാദമായ ബഹുഭുജത്തിന്റെ വശങ്ങളുടെ എണ്ണമാണ്. The sides of the polygon forming the base of a pyramid are called base edges and the other sides of the triangles are called lateral edges. The topmost point of a pyramid is called its apex. ഈ മൂന്ന് പേരും ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. ബേസ് എഡ്ജ് എന്താണ്, ലാറ്ററൽ എഡ്ജ് എന്താണ്, അപ്പെക്സ് എന്താണ്. സ്തൂപികയുടെ പാദമായ ബഹുഭുജത്തിന്റെ വശങ്ങളെ നമ്മൾ സ്തൂപികയുടെ പാദവക്കുകൾ എന്നും ത്രികോണങ്ങളുടെ വശങ്ങളെ പാർശ്വവക്കുകൾ എന്നും ത്രികോണത്തിന്റെ മറ്റു വശങ്ങളെയാണ് ബേസ്, ത്രികോണത്തിന്റെ ഒരു വശം തന്നെയാണ്, പക്ഷെ അതിനെ നമ്മൾ ബേസ് എഡ്ജ് അഥവാ പാദവക്ക് എന്നാണ് പറയാ. മറ്റ് രണ്ട് വശങ്ങൾക്ക് പറയുന്ന പേരാണ് പാർശ്വവക്കുകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്തൂപികയുടെ ഏറ്റവും മുകളിലത്തെ അറ്റത്തിന് നമ്മൾ ശീർഷം എന്നുമാണ് പറയുന്നത്. Pyramids are named on the basis of the base of the pyramid. സ്തൂപികയുടെ പാദത്തിനനുസരിച്ചാണ് സ്തൂപികകൾക്ക് പേര് നൽകിയിരിക്കുന്നത്. ബേസ് ട്രയാങ്കിൾ അഥവാ ത്രികോണമാണെങ്കിൽ ആ സ്തൂപികയുടെ പേര് ട്രയാങ്കുലർ പിരമിഡ് അഥവാ ത്രികോണ സ്തൂപിക എന്നാണ്. ബേസ് സ്ക്വയർ അല്ലെങ്കിൽ സമചതുരമാണെങ്കിൽ ആ പിരമിഡിനെ നമ്മൾ സ്ക്വയർ പിരമിഡ് അഥവാ സമചതുര സ്തൂപിക എന്ന് പറയുന്നു. പെന്റഗൺ ആണെങ്കിൽ, പഞ്ചഭുജമാണെങ്കിൽ നമ്മൾ അതിനെ പെന്റഗൺ പിരമിഡ് അഥവാ പഞ്ചഭുജ സ്തൂപിക എന്ന് പറയുന്നു. ഹെക്സഗൺ അഥവാ ഷഡ്ഭുജമാണെങ്കിൽ ഹെക്സഗൺ പിരമിഡ് അല്ലെങ്കിൽ ഷഡ്ഭുജ സ്തൂപിക എന്ന് പറയുന്നു. ഇവിടെ നമ്മൾക്ക് എല്ലാ സ്തൂപികകളെ കുറിച്ചും പഠിക്കാനില്ല. 10ാം ക്ലാസ്സിൽ നമുക്ക് ആകെ പഠിക്കാനുള്ളത് സ്ക്വയർ പിരമിഡ് എന്താണെന്നും അതിന്റെ ഫീച്ചേഴ്സുമാണ് പഠിക്കാനുള്ളത്. ഈ ചാപ്റ്ററിൽ നമ്മൾ പിരമിഡ്സിൽ ഒന്നായ സ്ക്വയർ പിരമിഡിനെ കുറിച്ച് മാത്രമാണ് പഠിക്കുന്നത്. സോ എന്താണ് സ്ക്വയർ പിരമിഡ് അഥവാ സമചതുര സ്തൂപിക? നമ്മൾ നേരത്തെ കണ്ടതാണ്. സ്ക്വയർ പിരമിഡിന്റെ ബേസ് എന്ന് പറയുന്നത് സ്ക്വയർ ആണ്. ഇപ്പൊ ഇതിൽ പരിചയപ്പെടേണ്ട കുറച്ച് ടേംസ് ഉണ്ട്. ആദ്യമായിട്ട് ഈ സ്ക്വയർ പിരമിഡിന്റെ ബേസിന്റെ എഡ്ജസിന് നമ്മൾ പറയുന്ന പേരാണ് ബേസ് എഡ്ജ് അഥവാ പാദവക്ക്. അപ്പൊ അതിങ്ങനെ വെക്കുമ്പം നമുക്ക് ഇത്തരത്തിലുള്ളൊരു രൂപമാണ് കാണുക. അപ്പോൾ ഈ ട്രയാങ്കിളിന്റെ അടിഭാഗം എന്ന് പറയുന്നത് സ്ക്വയറിന്റെ സൈഡാണ്. അതിനെ നമ്മൾ പറയാ ബേസ് എഡ്ജ് എന്നാണ്. ബേസ് എഡ്ജ് അഥവാ പാദവക്ക് എന്ന് പറയും. അതേപോലെ ഇതിനെന്താ നമ്മൾ പറയാ, ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റ് നമ്മൾ പറയുന്ന പേര് അപ്പെക്സ്, അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ ശീർഷം എന്ന് പറയുന്നു. ഇനി ട്രയാങ്കിൾസിന്റെ സൈഡുകൾ, ഇങ്ങനെയുള്ള സൈഡുകളെ, ട്രയാങ്കിൾസിന്റെ മറ്റു സൈഡുകളെ നമ്മൾ പറയുന്ന പേരാണ് ലാറ്ററൽ എഡ്ജ് അഥവാ പാർശ്വവക്ക്. അതേപോലെ ഈ ഒരു സ്ക്വയർ പിരമിഡിന്റെ ഹൈറ്റ്, ഉയരം എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പെക്സിൽ നിന്ന് ബേസ് ആയ സ്ക്വയറിന്റെ നടുവിലേക്ക് വരുന്ന ദൂരത്തിനെയാണ് നമ്മൾ എന്തു പറയാ, ഹൈറ്റ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഇവിടെയാണ് ബേസിന്റെ മിഡ് പോയിന്റ് എന്ന് വെക്കുക, നടുവിലത്തെ ഭാഗം എന്ന് വെക്കുക. അപ്പോൾ അപ്പെക്സിൽ നിന്ന് അതിലേക്കുള്ള ഡിസ്റ്റൻസിനെ, അകലത്തെയാണ് നമ്മൾ എന്തു പറയുന്നത്, ഹൈറ്റ് അഥവാ ഉയരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 4 ടേംസ് നമ്മൾ ഇപ്പോൾ പരിചയിച്ചു കഴിഞ്ഞു. ആദ്യത്തേത് ബേസ് എഡ്ജ്, രണ്ടാമത്തത് അപ്പെക്സ്, മൂന്നാമത്തത് ലാറ്ററൽ എഡ്ജ്, നാലാമത്തത് ഹൈറ്റ് അഥവാ ഉയരം.
ഇനി നമുക്ക് ഒരു മെഷർമെന്റും കൂടെ സ്ക്വയർ പിരമിഡിലുണ്ട്. അതിനെയാണ് നമ്മൾ സ്ലാന്റ് ഹൈറ്റ് എന്ന് പറയുന്നത്, ചെരിഞ്ഞ ഉയരം. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം, ഈ ഒരു അപ്പെക്സിൽ നിന്ന് ബേസ് എഡ്ജിന്റെ മിഡ് പോയിന്റിലേക്ക് വരുന്ന ഈ ചെരിഞ്ഞ ഉയരത്തെയാണ് നമ്മൾ എന്ത് പറയാ, സ്ലാന്റ് ഹൈറ്റ് എന്ന് പറയുന്നത്. എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ പഠിച്ചാൽ മതി, അപ്പെക്സിൽ നിന്ന് ട്രയാങ്കിളിന്റെ ഓപ്പോസിറ്റ് സൈഡിലെ, അതായത് ബേസ് എഡ്ജിന്റെ മിഡ് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ പറയുന്നത് സ്ലാന്റ് ഹൈറ്റ് എന്ന്. അപ്പെക്സിൽ നിന്ന് ഇത് ട്രയാങ്കിളിന്റെ മിഡ് പോയിന്റ് ആണ്, ഓപ്പോസിറ്റ് സൈഡിലെ മിഡ് പോയിന്റ് ആണ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ലാന്റ് ഹൈറ്റ്, അഥവാ മലയാളത്തിലാണെങ്കിൽ നമ്മൾ ഇതിനെ ചെരിവുയരം എന്ന് പറയും. അപ്പൊ ഇത്രയും ടേംസ് നിർബന്ധമായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്, ഇതിന്റെ മീനിങ്ങും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓക്കെ, നിർബന്ധമായിട്ടും അറിയേണ്ടത് ബേസ് എഡ്ജ് എന്താണ്, ലാറ്ററൽ എഡ്ജ് എന്താണ്, ഹൈറ്റ് എന്താണ്, സ്ലാന്റ് ഹൈറ്റ് എന്താണ്. അപ്പൊ സ്ക്വയർ പിരമിഡിൽ നമുക്ക് ഓർത്ത് വെക്കാൻ ഈ 4 ടേംസ് ആണ് പ്രധാനമായിട്ടുള്ളത്. അപ്പെക്സ് എന്ന് പറഞ്ഞാൽ ശീർഷം. ഓക്കെ, ബേസ് എഡ്ജസ് അഥവാ പാദവക്കുകൾ. The sides of the base of a square pyramid are called base edges. ഒരു സമചതുര സ്തൂപികയുടെ പാദത്തിന്റെ വശങ്ങളെ പാദവക്കുകൾ എന്ന് പറയുന്നു. Base edge of a pyramid is denoted by letter A. ബേസ് എഡ്ജിനെ ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലെറ്റർ ആണ് സ്മോൾ ലെറ്റർ എ. പാദവക്കുകളെ എ എന്ന് സൂചിപ്പിക്കുന്നു. അപ്പൊ എ എന്ന് ഉപയോഗിച്ച് പഠിക്കുന്നതാണ് നല്ലത്. ചില ബുക്കുകളിൽ നിങ്ങൾ ബി എന്ന് കാണാം, ബേസ് എന്നുള്ളതിന്റെ ബി ഉപയോഗിക്കുന്നതായിട്ട് കാണാം. എൻ്റെ ഒരു സജഷനാണ്, നിങ്ങൾ ഈ ക്ലാസ് ഫോളോ ചെയ്യുമ്പോൾ ഈ ഒരു മെത്തേഡിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ നിങ്ങൾക്ക് റിസൾട്ട് ഓർമ്മ വെക്കാനുള്ള ഷോർട്ട് കട്ടുകൾ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. സോ എപ്പോഴും പഠിക്കുമ്പോൾ ബേസ് എഡ്ജ് ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലെറ്റർ എ എന്ന് തന്നെ പഠിക്കുക. സോ ബേസ് എഡ്ജിന്റെ ഡെഫിനേഷൻ കണ്ടു. ഇനി നമുക്ക് അടുത്തത് ലാറ്ററൽ എഡ്ജസ് അഥവാ പാർശ്വവക്കുകൾ. The sides of the triangles are called lateral edges. ത്രികോണങ്ങളുടെ വശങ്ങളെ പാർശ്വവക്കുകൾ എന്ന് പറയുന്നു. Lateral edge of a pyramid is denoted by the letter E. പാർശ്വവക്കുകളെ ഇ എന്ന് സൂചിപ്പിക്കുന്നു. അത് മറന്നു പോകരുത്. ബേസ് എഡ്ജ് അഥവാ പാദവക്കിനെ എയും ലാറ്ററൽ എഡ്ജ് അഥവാ പാർശ്വവക്കിനെ ഇ എന്ന ലെറ്ററും കൊണ്ടാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. സ്ലാന്റ് ഹൈറ്റ് ഓഫ് എ പിരമിഡ്. സ്തൂപികയുടെ ചെരിവുയരം. The slant height of a square pyramid is the perpendicular distance from the apex to the midpoint of the side of the base. ബേസിന്റെ മിഡ് പോയിന്റിലോട്ട്, ബേസ് എഡ്ജിന്റെ മിഡ് പോയിന്റിലോട്ട് അപ്പെക്സിൽ നിന്ന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ലാന്റ് ഹൈറ്റ് എന്ന് പറയുന്നത്. ഒരു സമചതുര സ്തൂപികയുടെ ചരിവുയരം, ചരിവുയരത്തിന് വേറൊരു പേരും കൂടെ നിങ്ങൾ ഓർത്തു വെക്കണം, പാർശ്വോന്നതി. മലയാളം മീഡിയത്തിലെ കുട്ടികൾക്ക് ചെരിവുയരം എന്നതിന് പകരം പാർശ്വോന്നതി എന്നും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. സാധാരണ ഉപയോഗിക്കുക ചെരിവുയരം തന്നെയാണ്, പക്ഷെ പാർശ്വോന്നതി എന്ന് പറഞ്ഞാൽ സ്ലാന്റ് ഹൈറ്റ് തന്നെയാണ് എന്ന് ഓർക്കുക. എന്നാൽ ശീർഷത്തിൽ നിന്ന് പാദത്തിന്റെ വശത്തിന്റെ, പാദവക്കിന്റെ മധ്യബിന്ദുവിലേക്കുള്ള ലംബ ദൂരമാണ്. സ്ലാന്റ് ഹൈറ്റ് ഇസ് ഡിനോട്ടഡ് ബൈ എൽ. ചെരിവുയരത്തെ എൽ എന്ന് സൂചിപ്പിക്കുന്നു. ഇപ്പൊ 3 ഡെഫിനിഷൻസ് നമ്മൾ പഠിച്ചു. ബേസ് എഡ്ജ്, ബേസ് എഡ്ജിനെ എ എന്ന ലെറ്റർ കൊണ്ട്. രണ്ടാമത്തത് ലാറ്ററൽ എഡ്ജ്, ലാറ്ററൽ എഡ്ജിനെ ഇ എന്ന ലെറ്റർ കൊണ്ട്. മൂന്നാമത്തത് സ്ലാന്റ് ഹൈറ്റ്, സ്ലാന്റ് ഹൈറ്റിനെ എൽ എന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. നാലാമത്തെ ടേം ഹൈറ്റ് ഓഫ് എ പിരമിഡ്. സ്തൂപികയുടെ ഉയരം. The height of a square pyramid is the perpendicular distance from the apex to the base. ബേസിലേക്കുള്ള, അപ്പെക്സിൽ നിന്നുള്ള അകലത്തെയാണ് നമ്മൾ എന്തു പറയുന്നത്, ഹൈറ്റ് ഓഫ് ദ പിരമിഡ് എന്ന് പറയുന്നത്. സ്ലാന്റ് ഹൈറ്റ് അപ്പെക്സിൽ നിന്ന് ബേസ് എഡ്ജിന്റെ മിഡ് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. എന്നാൽ ഹൈറ്റ് എന്ന് പറയുന്നത് അപ്പെക്സിൽ നിന്ന് ബേസിന്റെ നടുഭാഗത്തേക്കുള്ള ഡിസ്റ്റൻസിനെയാണ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഹൈറ്റ് എന്ന് പറയുന്നത്. ഒരു സമചതുര സ്തൂപികയുടെ ഉയരം എന്നാൽ ശീർഷത്തിൽ നിന്ന് പാദത്തിലേക്കുള്ള ലംബ ദൂരമാണ്. ഹൈറ്റ് ഇസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ എച്ച്. ഉയരത്തെ എച്ച് എന്ന് സൂചിപ്പിക്കും. അപ്പൊ നമ്മൾ ഇപ്പോൾ ഉപയോഗിച്ച ലെറ്റേഴ്സും ആ വേർഡ്സും ഒന്ന് ഓർത്തു വെക്കാം. ബേസ് എഡ്ജ് പാദവക്കിന് എ, ലാറ്ററൽ എഡ്ജ് പാർശ്വവക്കിന് ഇ,
ഹൈറ്റ് ഉയരത്തിന് h, സ്ലാന്റ് ഹൈറ്റ് ചെരിവ് ഉയരത്തിന് l. ഇത് നിർബന്ധമായും ഈ ടേംസും അതിനുപയോഗിക്കുന്ന ലെറ്റേഴ്സും നിങ്ങൾ ഓർത്തു വെക്കേണ്ടതാണ്. കാരണം നമുക്കിനി പഠിക്കാനുള്ളത് ഫോർമുലകളാണ്. ആ ഫോർമുലകളിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ലെറ്റേഴ്സ് ആണ്. സോ എ എന്ന് പറഞ്ഞാൽ ബേസ് എഡ്ജ് അഥവാ പാദവക്കാണെന്നും, ഇ എന്ന് പറഞ്ഞാൽ ലാറ്ററൽ എഡ്ജ് അഥവാ പാർശ്വവക്കാണെന്നും, എച്ച് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് അഥവാ ഉയരമാണെന്നും, എൽ എന്ന് പറഞ്ഞാൽ സ്ലാന്റ് ഹൈറ്റ് അഥവാ ചെരിവുയരമാണെന്നും നിങ്ങൾ ഓർത്തു വെക്കണം.